എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ എന്നെക്കൊണ്ട് അത് സാധിക്കാറില്ല. ഏറ്റവും വലിയ വില്ലനാണ് നമ്മുടെ മടി. ഞാൻ വേറെ എല്ലാ കാര്യത്തിനും മടിയൊക്കെ മാറ്റാൻ നോക്കിയാലും എനിക്ക് വീഡിയോ ചെയ്യാൻ മാത്രം ശരിയാകുമോ? കാരണം ഞാനിങ്ങനെ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് ഒരു നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമാകും. അത് ഈ വ്യൂസോ സബ്സ്ക്രിപ്ഷനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നല്ല ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാൻ ഞാൻ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കണം, ഒരു വിഷയം തന്നെ കൊണ്ടുപോകണം. എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ സ്റ്റാർട്ട് ചെയ്ത് വേറൊരു വിഷയത്തിൽ ഞാൻ കൊണ്ടെത്തുക. ഞാൻ വിചാരിക്കും ഇന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് പറയണം എന്ന് വെച്ചാൽ പഠിക്കുന്ന ടോപ്പിക്കല്ല, ഏതെങ്കിലും ഒരു ടോപ്പിക്കാണെങ്കിലും ഇന്നൊരു സാധനത്തിനെ കുറിച്ച് പറയണമെന്ന് ഞാൻ വിചാരിക്കും. എന്നിട്ട് ഞാൻ കൊണ്ടെത്തിക്കുന്നതോ ഞാൻ വേറൊരു കാര്യത്തിനായിരിക്കും. അപ്പം ഞാൻ മെയിനായിട്ട് ഇന്ന് പറയാൻ പോകുന്നത്, എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കാറില്ല. ഞാൻ പിന്നെ എന്തിനാ വീഡിയോ ഇടയ്ക്ക് വന്ന് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു സന്തോഷം. കാരണം ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ ഡ്രാഫ്റ്റിലെല്ലാം കൊണ്ടിടും. അതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ ചെയ്യാൻ ഡബ് സ്മാഷൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് എഫോർട്ട് ഇടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒട്ടും അങ്ങനെ എഫോർട്ട് ഇടാറില്ല. എനിക്ക് ഇപ്പം ഭയങ്കര ധൃതി എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് കുറവുണ്ട് കേട്ടോ. ധൃതി എന്ന് പറഞ്ഞാൽ ഇപ്പം സന്തോഷം അങ്ങനെ പറയുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. ഇപ്പം അതിന് കുറേ മാറ്റമുണ്ട്. അപ്പം ആ സമയത്ത് അങ്ങനെയായിരുന്നു. കുറേ പേര് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് താരം. എന്നാൽ നമുക്ക് 4 പേര് ചോദിച്ചാൽ അയ്യേ നീ എന്ത് വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിൻ്റെ വീഡിയോ കണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഭയങ്കര ഒരു ചമ്മലാണ് അങ്ങനെയൊക്കെ ചോദിച്ചാലും. അതുകൊണ്ട് ഇതെന്താ സംഭവം, അങ്ങനെ ഒരു ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടണമെങ്കിൽ തന്നെ ഒരു 100 തവണ നമ്മൾ ആലോചിക്കുമായിരിക്കും അല്ലേ. ഇപ്പം എനിക്ക് അതിൽ നിന്ന് മാറ്റമൊക്കെ ഉണ്ട്, കുറേ മാറ്റമുണ്ട്. അതിന് എങ്ങനെ മാറിയെന്നൊക്കെ ഞാൻ പറയാം, കുറച്ച് കോൺഫിഡൻ്റ് ആയത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം. അപ്പം അങ്ങനെ ഞാൻ വീഡിയോ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റയിൽ തന്നെ ഞാൻ വീഡിയോ ഇടുക ഡിലീറ്റ് ആക്കുക ഇത് തന്നെയായിരുന്നു പരിപാടി. അപ്പം വീഡിയോ ഒക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരത്തെയൊക്കെ നമ്മൾ കുഞ്ഞിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ടൊക്കെ സംസാരിക്കത്തില്ലേ. കുറേ പേര് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ചിലരതിന് വട്ടെന്നൊക്കെ പറയും, പക്ഷേ അത് ചെയ്യാത്തവരായിട്ട് ആരും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊക്കെ കുഞ്ഞാളിൽ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് കോൺഫിഡൻസ് ഒക്കെ ഇങ്ങനെ വരുത്തുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതെന്തുകൊണ്ട് വീഡിയോ ഒക്കെ ആയിട്ടിങ്ങനെ ചെയ്തുകൂടാ, മീൻസ് ഫോണിൽ ചെയ്തുകൂടാ. നമുക്കും ഒരു കോൺഫിഡൻ്റ് ആകും. നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുന്ന പോലെ. നമ്മളിപ്പോൾ കണ്ണാടി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ബോറടിച്ച് നമ്മൾ പിന്നെ ഓക്കെ ബാക്ക് ടു നമ്മുടെ ലൈഫിലോട്ട് തന്നെ പോകും. പക്ഷേ